ആഗോള വിപണിയെ തന്നെ ഞെട്ടിച്ചുകൊണ്ട് സൗദി അറേബ്യയുടെയും റഷ്യയുടെയും തീരുമാനം ഇപ്പോൾ വന്നിരിക്കുകയാണ്. ക്രൂഡ് ഓയിൽ ഉൽപ്പാദനം കുത്തനെ കൂട്ടാൻ ഒപെക് പ്ലസ് രാജ്യങ്ങൾ തീരുമാനം കൈക്കൊണ്ടു. ഇതോടെ വിപണിയിൽ കൂടുതലും എണ്ണ ലഭിക്കുന്നതായിരിക്കും. ക്രൂഡ് ഓയിൽ വില കുറയാൻ ഇത് വലിയ രീതിയിൽ കാരണമാവുകയും ചെയ്യും. ഇന്ത്യ ഉൾപ്പെടെയുള്ള എണ്ണ ഇറക്കുമതി രാജ്യങ്ങൾക്ക് വലിയ നേട്ടമാണ് ഇതുവഴി ലഭിക്കുക. ക്രൂഡ് ഓയിൽ വില നിലവിൽ വളരെയധികം കുറവിലാണ് നിലനിൽക്കുന്നതും ഇനിയും കുറയുമെന്ന സൂചനയും നിലനിൽക്കുന്നുണ്ട്. സൗദി അറേബ്യ, റഷ്യ, ഇറാഖ്, UAE, കുവൈറ്റ്, ഒമാൻ, അൾജീരിയ തുടങ്ങിയ രാജ്യങ്ങളാണ് ഈ സുപ്രധാനമായിട്ടുള്ള തീരുമാനം കൈക്കൊണ്ടിരിക്കുന്നത്. എന്താണ് ഇങ്ങനെ ഒരു തീരുമാനമെടുക്കാൻ സൗദിയെ പ്രേരിപ്പിച്ചെന്ന ചോദ്യമാണ് വിപണിയിൽ ഇപ്പോൾ കൂടുതലും ഉയരുന്നത്. ട്രംപിന്റെ വരവാണ് പുതിയ മാറ്റത്തിന് കാരണമെന്നാണ് പൊതുവെ പറയപ്പെടുന്നത്. മെയ് മാസം മുതൽ എണ്ണ ഉൽപ്പാദനം കൂട്ടാൻ ഒപെക് രാജ്യങ്ങൾ തീരുമാനം കൈക്കൊണ്ടിരുന്നു. ജൂണിൽ ഉൽപ്പാദനം വീണ്ടും വർദ്ധിപ്പിക്കണമെന്ന തീരുമാനമാണ് ഇപ്പോൾ കൂടുതലും എടുത്തിരിക്കുന്നത്. മാത്രമല്ല, ഓൺലൈൻ വഴി ചേർന്ന യോഗത്തിൽ സൗദി അറേബ്യയും റഷ്യയും ഉൽപ്പാദനം കൂട്ടുമെന്ന് ആവശ്യപ്പെടുകയും ചെയ്യുകയുണ്ടായി. നേരത്തെ കരുതിയിരുന്ന അളവിനേക്കാൾ എത്രയോ ഉയർന്ന അളവിലാണ് ഇപ്പോൾ ഇത് വർദ്ധിച്ചിരിക്കുന്നത്. 1,34,000 ബാരൽ എണ്ണ ഉൽപ്പാദനം കൂട്ടുമെന്നായിരുന്നു നേരത്തെ വിചാരിച്ചിരുന്നത്. പക്ഷേ 4,11,000 ബാരൽ എണ്ണ ഓരോ ദിവസം കൂട്ടാനാണ് തീരുമാനം പ്രധാനമായിട്ടും കൈക്കൊണ്ടിരിക്കുന്നത്. വൻതോതിൽ ഉൽപ്പാദനം വർദ്ധിപ്പിക്കുകയാണെങ്കിൽ വിപണിയിൽ കൂടുതൽ എണ്ണ എത്തുകയും വില ഇടുകയുമായിരിക്കും ചെയ്യുക. ഇതിന് പിന്നിൽ സൗദിക്ക് 2 പ്ലാനുകളാണ് ഉള്ളത്. അതിലൊന്ന്, ചെറുകിട എണ്ണ ഉൽപ്പാദക രാജ്യങ്ങൾ പ്രതിസന്ധിയിലായിരിക്കും. കഴിഞ്ഞ ജനുവരിയിൽ അധികാരമേൽക്കുന്ന വേളയിൽ അമേരിക്കൻ പ്രസിഡന്റായിട്ടുള്ള ഡൊണാൾഡ് ട്രംപ് സൗദി അറേബ്യയോട് ആവശ്യപ്പെട്ടത് എണ്ണവില കുറയ്ക്കണമെന്നതായിരുന്നു. ട്രംപിന്റെ എപ്പോഴുമുള്ള ആവശ്യം അതുതന്നെയാണ്. എണ്ണവില കുറയ്ക്കാൻ എല്ലാ ഉൽപ്പാദക രാജ്യങ്ങളും തയ്യാറാകണമെന്ന് ട്രംപ് ആവശ്യപ്പെട്ടതിനെ തുടർന്ന് സൗദി അറേബ്യ കളി മാറ്റുകയായിരുന്നു. ട്രംപിന്റെ പ്രീതി പിടിച്ചുപറ്റുക എന്നത് മാത്രമാണ് സൗദിയുടെ പ്രധാന ലക്ഷ്യവും. ഈ മാസം ട്രംപ് സൗദി അറേബ്യ സന്ദർശിക്കാനായിട്ട് തീരുമാനവും കൈക്കൊണ്ടിട്ടുണ്ട്.